സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് അടയ്ക്കേണ്ട ടാക്സ് എത്രയാണെന്ന് പറയുന്നതിന് മുമ്പായി എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് നോക്കാം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ക്യാപിറ്റൽ അസറ്റുകളിൽ നിന്നും കിട്ടുന്ന എന്ത് പ്രോഫിറ്റിനെയും ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ഈ ഹെഡിൽ നിന്നും കിട്ടുന്ന ഇൻകം രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയറുകൾ വാങ്ങി 12 മാസത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാവുന്നത്. ഷെയറുകൾ വാങ്ങി വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത്. 2024 ജൂലൈ 23 മുതൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിലുള്ള ടാക്സ് 20%. നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഷെയറുകൾ വാങ്ങി 6 മാസത്തിന് ശേഷം 1,20,000 രൂപയ്ക്ക് വിൽക്കുന്നുവെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന 20,000 രൂപ പ്രോഫിറ്റ്സിന് 20% വെച്ച് 4,000 രൂപയാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. നമ്പർ 2, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയറുകൾ വാങ്ങി 12 മാസത്തിന് ശേഷം വിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാവുന്നത്. 2024 ജൂലൈ 23 മുതൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിനുള്ള ടാക്സ് 12.5%. എന്നാൽ 1.25 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഇക്വിറ്റി ഷെയറുകൾ വാങ്ങി നഷ്ടം ഉണ്ടാവുകയാണെങ്കിലോ? ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതേക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഇക്വിറ്റി ഷെയറുകൾ വിൽപ്പന നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഏത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റിൽ നിന്നും കിട്ടുന്ന ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് എതിരെ ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ നഷ്ടം മുഴുവനായും സെറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ അത് 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതും ഈ 8 വർഷത്തിനിടയിൽ ഉണ്ടായ ഏതെങ്കിലും ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിനെതിരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഡ്യൂ ഡേറ്റിന് മുമ്പായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരു ടാക്സ് പ്ലെയർക്ക് മാത്രമേ നഷ്ടങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്പർ 2, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് മറ്റേത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിനെതിരെയും സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിനെതിരെ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയുകയില്ല. മറ്റൊരു കാര്യം കൂടി, അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഏത് ലോങ് ടൈം ക്യാപിറ്റൽ ലോസും അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ലോങ് ടൈം ഗെയിൻസിന് എതിരെ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അവസാനമായി നമുക്ക് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ STT എന്താണെന്ന് നോക്കാം. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ ഇക്വിറ്റി ഷെയറുകളും വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടാക്സ് ആണ് STT. ഒന്നുകൂടി സിമ്പിൾ ആയി പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന എന്ത് സെയിലിനും പർച്ചേസിനും STT അടയ്ക്കേണ്ടതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടാക്സ് ഇംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ STT അടയ്ക്കുന്ന ഷെയറുകൾക്ക് മാത്രമുള്ളതാണ്. ഇനി പറയൂ, നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് STCG ആണോ അതോ LTCG ആണോ? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.